വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 183 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഡീമൺ സ്ലേയറിലെ വില്ലനായിട്ടുള്ള മുസാന്റെ ഏകദേശം പതനത്തിന് ആരംഭം കുറിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങാതിരിക്കുന്ന ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് 8 പേരെ ഞാൻ ഈ വീഡിയോ മെൻഷൻ ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോയിൽ തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ഞാൻ ഈ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതിനും കൂടെ കറക്റ്റ് ഉത്തരം പറയുന്ന 4 പേരെയും കൂടി മൊത്തം 8 പേരെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ചോദ്യം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡീമൺ സ്ലേയറിന്റെ ഓതറിന്റെ പേരെന്താണ്? ഈ വീഡിയോയ്ക്കും കഴിഞ്ഞ വീഡിയോയിലും കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന മൊത്തം 8 പേരായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മുസാനും ബാക്കിയുള്ളവരൊക്കെ നിന്നിട്ടുന്ന സ്ഥലങ്ങൾ റാൻഡമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മിത്സൂരിക്ക് മുസാനെ കണ്ടിട്ട് വളരെയധികം പേടി വരുന്നുണ്ട്. പുള്ളിക്കാരുടെ കോൺഫിഡൻസ് എല്ലാം താഴത്തേക്ക് പോയി. എന്നാലും പുള്ളിക്കാരി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുവാണ്. എന്നിട്ട് നമ്മുടെ മുസാനെ ഡീമൻ ഫോം കാണുന്ന മിത്സൂരി വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട്. പുള്ളിക്കാരിയായിട്ട് നമ്മുടെ ഗ്യോമിനെ നന്നായിട്ട് തന്നെ സ്മരിക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ബാക്കി നോക്കിക്കോളുന്ന ഇവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അതായത് കഴിഞ്ഞ ചാപ്റ്റർ നമ്മുടെ മിത്സൂരിന്റെ മേത്ത് വന്നൊരു കൈ വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുടെ അല്ല, നമ്മുടെ യൂഷിറോടെയാണ്. യൂഷിറോ നമ്മുടെ മിത്സൂരിയൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു ഡീമനാണ്, പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. എന്നെ തെറ്റിദ്ധരിക്കാതെ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഡീമനെ തോപ്പിക്കാനുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞുതരാം. യൂഷിറോയുടെ പ്ലാൻ വളരെയധികം സിമ്പിളാണ്. അതായത് നമ്മുടെ മിത്സൂരിന്റെ ഒബനായിനെ ഒരു ഡീക്കോനെ പോലെ കാണിച്ചിട്ട് പുള്ളിക്കാരൻ പുറകിൽ നിന്ന് വന്ന് ഈ ഡീമനെ ഡിഫീറ്റ് ചെയ്യാനുള്ള വഴി. ഇതെല്ലാം കേട്ട് കിളിയും പോയി വളരെയധികം സർപ്രൈസ് ആയിട്ടിരിക്കുന്ന മിത്സൂരിയെ നമുക്ക് കാണാം. ഞാൻ ആ ഡീമനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ മുസാനെ ബാക്കിയുള്ള എല്ലാ ഡീമ ഹണ്ടേഴ്സും മരിച്ചെന്ന് കാണിച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഡീമ ഹണ്ടേഴ്സിനെയും ഗ്യാദർ ചെയ്തുകൊണ്ട് മുസാന്റെ നേരെ ഒരു വലിയൊരു അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ പ്ലാനിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യം നമ്മുടെ മിത്സൂരിയെ യൂഷിറും കൂടെ ചെയ്ത് തീർക്കുന്നു. നമ്മുടെ താഞ്ചുറോ ആകട്ടെ ഈ ബിൽഡിംഗ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ മുസാന്റെ കയ്യിൽ നിന്ന് വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മുസാനായിട്ട് നാക്കിമയുടെ അടുത്ത് ആരുണ്ടെന്ന് മനസ്സിലാക്കിയാണ്. പുള്ളിക്കാരൻ അങ്ങനെയാണ് മനസ്സിലായത് തമയോസ് എന്ന ഡീമനാണ് ഇപ്പൊ നാക്കിമയുടെ അടുത്തുള്ളത്. എന്നിട്ട് നമ്മുടെ യൂഷിയുടെ കൈയൊക്കെ ചുമന്ന് രക്തമൊക്കെ അതിൽ കയറാൻ തുടങ്ങും. അപ്പോഴാണ് പുള്ളിക്കാരുടെ കാര്യം മനസ്സിലായത്. അതായത് മുസാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് യൂഷിയുടെ സെൽസ് വരെ മുസാൻ അബ്സോർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നാക്കിമേനെ ആര് കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ഒരു ചെറിയൊരു ബാറ്റിൽ നടക്കുന്നുണ്ട്. അവിടെ യൂഷിയുടെ അടുത്തുള്ള ഡീമ ഹണ്ടർ പറയുന്നുണ്ട്, നീ എന്നെ തിന്നണമെങ്കിൽ എന്നെ തിന്നോ, കാരണം അങ്ങനെയെങ്കിലും മുസാനെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ നോക്കിയോ. പെട്ടെന്ന് നമ്മുടെ മൂഷിറ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്ന് വായും കൂടി ഇരുന്നാൽ പോലെ നിനക്ക് അവിടെ. പെട്ടെന്ന് നമ്മുടെ മുസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഗ്യൂവും ഒബനായും കൂടെ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു വലിയൊരു അറ്റാക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ യൂഷിറോ പുള്ളിക്കാരന്റെ പവർ റിഗെയിൻ ചെയ്യും. മുസാൻ പിന്നെ വേറൊന്നും ആലോചിക്കുന്നില്ല. പുള്ളിക്കാരന്റെ കൈ ചുരുട്ടി അമർത്താൻ നേരത്ത് നമ്മുടെ നാക്കിമയുടെ തല പൊട്ടിത്തെറിക്കും. വേറൊന്നും ആലോചിക്കാതെ നമ്മുടെ മുസാൻ നാക്കിമനെ കൊന്നു കളഞ്ഞു. നമ്മുടെ യൂഷിറോ ആകട്ടെ പുള്ളിക്കാരുടെ സെൽസ് ഒക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള ഡീമ ഹണ്ടേഴ്സിനെങ്കിലും സേഫ് ആയിട്ട് പുറത്തെത്തിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റി കാസിൽ കൊളാപ്സ് ആകുന്നുണ്ട്. നമ്മുടെ ഒബനയും താഞ്ചുറയും താഴത്തേക്ക് വീഴുന്നുണ്ട്. താഞ്ചുറ കണ്ണു തുറക്കാൻ നേരത്ത് കാണുന്നത് അത്രയധികം കുറേ അധികം പുള്ളിക്കാരന്റെ അലൈസ് മരിച്ചു കിടക്കുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ മിത്സൂരിയുള്ള ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ താഞ്ചുറ നമ്മുടെ മുസാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ താഞ്ചുറ മുതുകത്ത് കൊള്ളുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ മേലേക്ക് പൊങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിയ മിത്സൂരിനെ നമ്മുടെ മുസാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് താഞ്ചുറ എന്തോ എടുത്ത് നല്ല പവറിൽ തന്നെ എറിയും. അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ മിത്സൂരിക്ക് രക്ഷപ്പെടാനും പറ്റും. വേറെ ഒന്നുമല്ല നമ്മൾ കണ്ടത് നമ്മുടെ താഞ്ചുറയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഷോട്ട് ത്രോ ആയിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് ആ പ്ലാറ്റ്ഫോം നേരെ മുകളിലേക്ക് ഉയർന്ന് റൂഫിൽ തട്ടി അടുത്ത പാനലിൽ ആ മണ്ണൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറയാനാണെങ്കിൽ ഇൻഫിനിറ്റി കാസിൽ പുറത്ത് വന്നിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. കാരണം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ഇനിയും വരുന്നുണ്ട്.